നിതിൻ രാജ് ജീവനൊടുക്കിയ കേസിലെ പ്രതിയായ വകുപ്പ് മേധാവി ഡോക്ടർ MK റാവിനെതിരെ പൊട്ടിത്തെറിച്ച് വിദ്യാർത്ഥികൾ. നിറം പറഞ്ഞ് അധിക്ഷേപിക്കുക പതിവെന്ന് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥികൾ. ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികളെ തല്ലിക്കും, തലയിൽ ഇടിക്കുക പതിവെന്നും തുറന്നു പറഞ്ഞു കുട്ടികൾ. ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജൂനിയർ കുട്ടികൾ. അപ്പോൾ അതിനുശേഷം ഫിസിക്കലി പുള്ളി ചെയ്യുന്നില്ല, പക്ഷേ ബോയ്സിനെ കൊണ്ട് ഗേൾസിനെ അടുപ്പിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടിനെ തന്നെ ഞാൻ ക്ലാസ്സിൽ പ്രസൻ്റ് ആയ ടൈമിൽ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലേക്ക് പ്രതിഷേധ പരമ്പര. KSU SFI മാർച്ചുകളിൽ സംഘർഷം. ആന്ധ്ര സ്വദേശിയായ റാം ഇത് കേരളമാണെന്ന് മറക്കരുതെന്ന് MV ജയരാജൻ. നിതിൻ രണ്ടാം രോഹിത് വെമുലയെന്ന് രമേശ് ചെന്നിത്തല. പോലീസിന് വീഴ്ച പറ്റിയെന്ന ആരോപണമടക്കം പരിശോധിക്കുമെന്ന് SC/ST കമ്മീഷൻ. ഓൺലൈൻ ലോൺ വിഷയം കോളേജ് അധികൃതർ ഉയർത്തുന്നത് ജാതി വിവേചനം മറയ്ക്കാനെന്ന് നിതിന്റെ കുടുംബം. ലോൺ എടുത്തത് കുടുംബം അറിഞ്ഞെന്ന് പിതാവ് രാജൻ. വായ്പ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, മോൻ ചെയ്തോ എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഒരുപാട് പൈസയുടെ ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് മെസ്സേജ് വന്നെങ്കിൽ ഞങ്ങളെ നമ്പറുണ്ടായിരുന്നല്ലോ, ഒരു പ്രാവശ്യം ഒന്ന് വിളിക്കാതെ ഇങ്ങനെ എന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്ന. നിതിനും അധ്യാപികയ്ക്കും ലോൺ ആപ്പിന്റെ ഭീഷണി സന്ദേശം ലഭിച്ചെന്ന് കണ്ടെത്തൽ. അധ്യാപികയുടെ പരാതിയിൽ കേസെടുത്ത് കണ്ണൂർ സൈബർ പോലീസ്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ആരോഗ്യ സർവകലാശാല അന്വേഷണം തുടങ്ങിയെന്ന് മന്ത്രി വീണ ജോർജ്. കർശന നടപടി ഉറപ്പെന്നും മന്ത്രി. ഇത്തരം കോളേജുകൾ സംസ്ഥാനത്ത് വേണോ എന്ന് മന്ത്രി V ശിവൻകുട്ടി. അന്തിച്ചന്തയിലേതുപോലെ സീറ്റുകൾ ലേലം വിളിക്കുന്നെന്നും വിദ്യാഭ്യാസ മന്ത്രി. ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. വേണോ വേണ്ടത് സംബന്ധിച്ചത് ആലോചിക്കണം. അതാണ് ധീരമായി ഇവർ എടുക്കേണ്ട ഒരു നടപടി എന്ന് പറയുന്നത്. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കോളേജുകൾ കേരളത്തിൽ വേണോ വേണ്ടേ? വോട്ടെടുപ്പ് കഴിഞ്ഞ് 4 ദിവസമായിട്ടും അന്തിമ പോളിംഗ് കണക്ക് പുറത്തുവിടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അന്തിമ കണക്ക് പുറത്തിറക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് വിശദീകരണം. മണ്ഡലാടിസ്ഥാനത്തിലുള്ള കണക്ക് ആവശ്യപ്പെട്ട് കമ്മീഷന് VD സതീശന്റെ കത്ത്. കണക്ക് പുറത്തുവിടാത്തതിൽ ദുരൂഹതയെന്ന് V ശിവൻകുട്ടി. PC ജോർജിനെതിരെ ആഞ്ഞടിച്ച് ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല. മെത്രാന്മാരും വൈദികരും ന്യൂട്രൽ ആകണമെന്നില്ല. പരസ്യമായി വോട്ട് ചോദിക്കാൻ സഭയ്ക്ക് അവകാശമുണ്ടെന്നും പാലാ ബിഷപ്പ്. ഭീഷണിയുടെ സ്വരം വിലപ്പോകില്ല, അത് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആരും നമ്മളെ പേടിപ്പിക്കേണ്ടതില്ല. പാലാ ബിഷപ്പ് പിതൃതുല്യനെന്ന് ഷോൺ ജോർജ്. FCRയെ കൊണ്ടുവന്നത് കോൺഗ്രസ് എന്നും ഓർമ്മപ്പെടുത്തൽ. കത്തോലിക്ക സഭാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി CPI മുഖപത്രം ജനയുഗം. കണ്ടാലറിയാത്തവർ കൊണ്ടാലറിയുമെന്ന ചൊല്ല് അന്വർത്ഥമായെന്ന് മുഖപ്രസംഗം. ന്യൂനപക്ഷവേട്ട കൺമുന്നിൽ കണ്ടിട്ടും BJP അനുകൂല നിലപാടെടുക്കാൻ സഭകൾ മടിച്ചില്ല. വൈകിയെങ്കിലും BJPയുടെ കപടപ്രേമം ബോധ്യപ്പെട്ടത് നല്ല കാര്യമെന്നും ജനയുഗം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തൃശൂർ കോൺഗ്രസിൽ കലഹം മൂർച്ഛിക്കുന്നു. നാട്ടികയിലെ UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിനെതിരെ KPCC നേതൃത്വത്തിന് പരാതി. തൃശൂർ മുൻ DCC അധ്യക്ഷൻ ജോസ് വള്ളൂരിനെ അപമാനിക്കുന്നെന്ന് പരാതിയിൽ. സുനിൽ ലാലൂരിനെതിരെ കടുത്ത സൈബർ ആക്രമണം. കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം കൂടിയ അവതാരങ്ങൾക്കെതിരെ തുറന്നടിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. അവതാരങ്ങൾ പറ്റിക്കൂടിയത് കോൺഗ്രസ് അധികാരത്തിലെത്താനുള്ള സാധ്യത മനസ്സിലാക്കി. പാർട്ടിയെ നശിപ്പിക്കൽ അവതാര ലക്ഷ്യം. UDF സർക്കാർ വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് മലയാളത്തോട്. കോൺഗ്രസ് അധികാരത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി കുറേ അവതാരങ്ങൾ ഇതിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട്. അവർക്കൊക്കെ അവതാര ലക്ഷ്യമുണ്ട്. കോൺഗ്രസിനകത്ത് നിന്ന് ചില കീടങ്ങൾക്കെതിരെ ഞാൻ പോരാടും, യാതൊരു തർക്കവും. കോൺഗ്രസ് വിട്ട NS നുസൂർ CPIM-ൽ. AKG സെന്ററിൽ ഷാളണിയിച്ച് സ്വീകരിച്ച് MV ഗോവിന്ദൻ. പാർട്ടി വിട്ടത് കോൺഗ്രസിന് അസ്തിത്വം നഷ്ടമായെന്ന് ബോധ്യപ്പെട്ടപ്പോൾ എന്ന് നുസൂർ. CPIM മതേതര മൂല്യമുള്ള പാർട്ടി.
പാലക്കാട് ശോഭാ സുരേന്ദ്രൻ വോട്ടിന് പണം നൽകിയെന്ന പരാതിയിൽ സമഗ്രാന്വേഷണവുമായി പോലീസ്. ദൃശ്യങ്ങൾ വിശദമായ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. മേഖലയിലെ CCTV ദൃശ്യങ്ങളും പരിശോധിക്കും. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തി പാലക്കാട് സൗത്ത് പോലീസ്. കണ്ണൂർ ആന്തൂരിൽ CPIM നേതൃത്വത്തിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ്. നേതാക്കളുടെ ചിലരുടെ ശ്രമം സ്വന്തം സാമ്രാജ്യം സൃഷ്ടിക്കാനെന്ന ആന്തൂർ സഖാക്കൾ എന്ന FB അക്കൗണ്ടിൽ വിമർശനം. നേതാക്കൾ തിരുത്തിയില്ലെങ്കിൽ പാർട്ടിയുടെ അടിത്തറ ഇളകുമെന്നും പരാമർശം. ചർച്ചയായതോടെ പോസ്റ്റ് പിൻവലിച്ച അഡ്മിൻ. ഇടുക്കി ഉടുമ്പന്നൂരിൽ മദ്യലഹരിയിൽ മകന് അച്ഛന്റെ ക്രൂരമർദ്ദനം. 15-കാരനെ ആക്രമിച്ചത് കസേരയും വടിയും ഉപയോഗിച്ചത്. പിതാവ് നജീബ് പോലീസ് പിടിയിൽ. മുറിവ് കാണിച്ചിട്ടും കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് തയ്യാറായില്ലെന്ന് പരുക്കേറ്റ അൻഷാദ്. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് മധ്യപ്രദേശ് സർക്കാർ റദ്ദാക്കിയതിൽ ദുരൂഹത. 18 വയസ്സ് തികഞ്ഞെന്ന് തെളിയിക്കുന്ന രേഖ റദ്ദാക്കിയത് വിവാഹത്തിന് ശേഷം. നടപടി ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം. ജനന സർട്ടിഫിക്കറ്റ് പ്രകാരം പെൺകുട്ടി ജനിച്ചത് 2008 ജനുവരി 1. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് മദ്യപൻ തള്ളിയിട്ടതിനെ തുടർന്ന് പരുക്കേറ്റ ശ്രീകുട്ടിയുടെ ചികിത്സയിൽ എന്തു ചെയ്യാൻ കഴിയുമെന്ന് സർക്കാർ പരിശോധിക്കുമെന്ന് വി ശിവൻകുട്ടി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ സഹായം നൽകുന്നത് ആലോചിക്കും. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ പാലക്കാട്ടെ വീട്ടിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി ഉപയോഗിച്ച് പോലീസ്. പ്രതിഷേധം 2018 പ്രളയം മനുഷ്യനിർമ്മിതമെന്ന് ആരോപിച്ച്. UDF അധികാരത്തിലെത്തിയാൽ ആദ്യം അന്വേഷിക്കുക പ്രളയത്തെക്കുറിച്ചെന്ന് മാത്യു കുഴൽനാടൻ. കൊല്ലം പുനലൂർ പോലീസ് സ്റ്റേഷനിൽ തീ കൊളുത്തി ജീവനൊടുക്കാൻ ആദിവാസി യുവാവിന്റെ ശ്രമം. ശരീരത്തിൽ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ ശേഷം സ്റ്റേഷനിലേക്ക് ഓടിക്കയറി. 90% പൊള്ളലേറ്റത് ആദിവാസി ഉന്നതിയിലെ സുരേഷിന്. സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന്. തിരുവനന്തപുരം പാളയത്ത് പെട്രോൾ പമ്പിൽ മോഷണം. കവർന്നത് 1.5 ലക്ഷം രൂപ. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. സംഗീത ഇതിഹാസം ആശാ ഭോസ്ലേക്ക് വിട നൽകാൻ രാജ്യം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് 4 മുംബൈ ശിവാജി പാർക്കിൽ. ഉച്ചയ്ക്ക് 3 മണി വരെ വസതിയിൽ പൊതുദർശനം. പ്രിയ ഗായികയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ. വനിതാ സംവരണ ബിൽ ഈ നൂറ്റാണ്ടിലെ നിർണായക തീരുമാനമെന്ന് പ്രധാനമന്ത്രി. എല്ലാ പാർട്ടികളുടെയും പിന്തുണയോടെ ബിൽ പാസാക്കി ചരിത്രം രചിക്കും. സംവരണം 2029 നടപ്പിലാക്കുമെന്നും നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാർ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ദുരൂഹമെന്ന് കോൺഗ്രസ്. നാരി ശക്തി ബില്ലിന് പിന്നിലുള്ള ലക്ഷ്യം മണ്ഡല പുനർനിർണയമെന്ന ആരോപണം. കേന്ദ്ര നീക്കം ഭരണഘടനയ്ക്ക് നേരെയുള്ള ആക്രമണമെന്ന് സോണിയാഗാന്ധി. ബിൽ പാസാക്കാനുള്ള തിരക്കിട്ട നീക്കം ദുരൂഹമെന്നും ഹിന്ദു ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ വിമർശനം. തമിഴ്നാട്ടിൽ TVKയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ AI ഹോളോഗ്രാം സാങ്കേതിക വിദ്യയും. പുതിയ പരീക്ഷണം തഞ്ചാവൂരിലെ സ്ഥാനാർത്ഥി വിനോദ് രവിയുടെ പ്രചാരണത്തിൽ. പ്രചാരണ വാഹനത്തിൽ പ്രദർശിപ്പിച്ചത് വിജയ് വോട്ടർമാരോട് സംസാരിക്കുന്നതിന്റെ AI ഹോളോഗ്രാം. ഇന്ത്യയുടെ ഭാഗമായ സ്ഥലങ്ങൾക്ക് പുതിയ പേരുകൾ നൽകുന്ന ചൈനീസ് നടപടി ചോദ്യം ചെയ്ത് ഇന്ത്യ. ചൈനീസ് നീക്കം ശക്തമായി ചെറുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചൈന സാങ്കല്പിക പേരുകൾ നൽകിയത് അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക്. US ഇറാൻ ചർച്ച അലസിപ്പിരിഞ്ഞതോടെ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധഭീതിയിൽ. ഏതു സമയത്തും ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ മുഴുവൻ തുറമുഖങ്ങളും ഇന്ന് വൈകിട്ട് മുതൽ ഉപരോധിക്കുമെന്ന് US സെൻട്രൽ കമാൻഡ്. ഹോർമുസിൽ സൈനിക കപ്പൽ പ്രവേശിച്ചാൽ പ്രത്യാഘാതം നേരിടുമെന്ന് IRGC. ഇറാൻ US ചർച്ച ധാരണയാകാതെ പിരിഞ്ഞതിന് പിന്നാലെ കുതിച്ചുയർന്ന എണ്ണവില. ക്രൂഡ് ഓയിൽ വില വീണ്ടും 100 കടന്നു. ഒറ്റ ദിവസത്തിനിടയിൽ മാത്രം 6% വർധന.
ലിയോ 14 മാർപ്പാപ്പയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഡൊണാൾഡ് ട്രംപ്. വെനിസ്വേലയോടും ഇറാനോടും മാർപ്പാപ്പയ്ക്ക് മൃദു സമീപനം. ഇറാൻ യുദ്ധത്തെക്കുറിച്ചുള്ള പോപ്പിന്റെ നിലപാട് തെറ്റ്. അമേരിക്കക്കാരനായതുകൊണ്ടാണ് ലിയോ മാർപ്പാപ്പയായതെന്നും US പ്രസിഡന്റ്. മാർപ്പാപ്പയ്ക്കെതിരായ വിമർശനങ്ങൾക്ക് പിന്നാലെ സ്വയം ക്രിസ്തുവായി ചിത്രീകരിച്ച് ഡൊണാൾഡ് ട്രംപ്. ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തത് ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളുടെ ചിത്രങ്ങൾക്ക് സമാനമായി. ചിത്രത്തിൽ രോഗിയെ സുഖപ്പെടുത്തുന്ന ദിവ്യപ്രകാശത്തിന്റെ വലയത്തിനുള്ളിൽ ട്രംപ്. ഹംഗറിയിൽ 1.5 പതിറ്റാണ്ടിലധികം നീണ്ട വിക്ടർ ഓർബൻ ഭരണത്തിന് അന്ത്യം കുറിച്ച് ജനവിധി. 133 സീറ്റുകൾ നേടി പീറ്റർ മഗ്യാറിന്റെ ടിസ പാർട്ടി അധികാരത്തിലേക്ക്. ഓർബന്റെ ഫിഡസ് പാർട്ടി 55 സീറ്റുകളിലേക്ക് ഒതുങ്ങി. യൂറോപ്യൻ ജനാധിപത്യത്തിലെ ചരിത്ര നിമിഷമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമാൻ. പ്രീമിയർ ലീഗിൽ കുതിപ്പ് തുടരാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ന് ഇറങ്ങും. എതിരാളികൾ ലീഡ്സ്. മത്സരം ഓൾഡ് ട്രാഫോർഡിൽ രാത്രി 12:15.